ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ കോട്ടകൾ ഇടിയും എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ നമ്മുടെ നേരെ യുദ്ധത്തിൽ വരുന്ന ജനക്കൂട്ടത്തെ കർത്താവ് പതിയിരിപ്പുകാരെ വെച്ച് അവരെ തുരത്തി ഓടിക്കും എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. യുദ്ധം ദൈവത്തിനുള്ളതാണ്. നമുക്ക് നേരെ വരുന്ന കോട്ടകളെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ മുമ്പാകെ നാം ചെയ്യുന്ന സ്തുതി. ഇസ്രായേലിലെ പരിശുദ്ധൻ നമ്മുടെ മധ്യ വലിയവനായിരിക്കുന്നതുകൊണ്ട് അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കോട്ടകൾ ഇടിയും, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ശത്രുക്കൾ ഓടിപ്പോകും. അവർ ഒരു വഴിയായി നമ്മുടെ നേരെ വരും, 7 വഴിയായി അവർ ചെതറിപ്പോകുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് പുതിയ നിയമത്തിൽ നിന്ന് ഒരു വേദഭാഗം ചിന്തിക്കുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അർദ്ധരാത്രിക്ക് അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇവിടെ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ അകത്തെ മുറിയിൽ ഏറ്റവും സുരക്ഷിതമായി തടവുകാരെ പാർപ്പിക്കുന്ന ഇടത്ത് കാലാമത്തിലിട്ട് പൂട്ടപ്പെട്ടവരായിട്ട് അവിടെ കിടക്കുകയാണ്. എന്തിനാണ് അവർ ഇങ്ങനെ ഒരു കാരാഗ്രഹത്തിൽ വരേണ്ടതായിട്ട് വന്നത് എന്നുള്ള കാര്യമാണ് അതിശയിപ്പിക്കുന്ന കാര്യം. അവര് പുഴവക്കത്ത് പോയി സുവിശേഷം അറിയിച്ചു. അതിനുശേഷം പ്രാർത്ഥനാ സ്ഥലത്തേക്ക് അവർ പോവുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവരെ എതിരേറ്റ് വന്നത് വെളിച്ചപ്പാടത്തിയായിട്ടുള്ള ഒരു ബാല്യക്കാരത്തി പെൺകുട്ടിയായിരുന്നു. അവൾ ഒരു ഭൂതം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഭൂതം മുഖാന്തരം അവൾ ലക്ഷണം പറയുന്നവളായിരുന്നു. നമ്മൾ ഈ പ്രാർത്ഥനാ സ്ഥലം എന്ന് പറയുമ്പോൾ, യഹൂദന്മാരുടെ പ്രാർത്ഥനാ സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ വേറെ പ്രത്യേകിച്ച് പെരുന്നാളോ ആഘോഷങ്ങളോ എന്നുള്ള സ്ഥലങ്ങളൊന്നുമല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളവരുടെ. എന്നാൽ ഇന്ന് നമ്മൾ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന, പെരുന്നാളുകളെല്ലാം നടക്കുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണം പറയുന്ന അനേക ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവരിൽ ഇരിക്കുന്ന ഇവർ ഈ പറയുന്ന ലക്ഷണം പറയുന്ന കാര്യങ്ങൾ പലതും ശരി തന്നെയായിരിക്കും. അതെങ്ങനെയാണ് ഇവർ പറയുന്നത്? അവരിലിരിക്കുന്ന ഭൂതമാണ് അത് പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് അവരുടെ കഴിവൊന്നുമല്ല. അവരെ ഒരു ഭൂതത്തെ ചുവന്നുകൊണ്ടാണ് നടക്കുന്നത്. ആ ഭൂതമാണ് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഭൂതം പറയുന്നതിൽ കുറേ കാര്യങ്ങൾ ശരിയുണ്ടാവും, കുറേ കാര്യങ്ങൾ തെറ്റുണ്ടാവും. അതൊന്നും ദൈവീകമല്ലല്ലോ. അപ്പോൾ ഇവിടെ പൗലോസും ശീലാസും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ, മറ്റുള്ളവരും കൂടി ചേർന്ന് അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു ബാല്യക്കാരത്തി അവരെ എതിരേറ്റ് വന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാര്, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇവള് പറയുകയാണ്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ഇവർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് ആദ്യത്തെ പ്രാവശ്യം കേട്ടപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, അവരങ്ങോട്ട് പോയി. എന്നാൽ ഇത് പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ പൗലോസിന് അത് മുഷിഞ്ഞു. ഇത് എപ്പോഴും ഇങ്ങനെ ഒരു ബോധം വിളിച്ചു പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ഇവർ രക്ഷാമാർഗം അറിയിക്കുന്നവർ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ഇവർ രക്ഷാമാർഗം അറിയിക്കുന്നവർ. ഇങ്ങനെ ഭൂതം പല പ്രാവശ്യം പറഞ്ഞു കേട്ടപ്പോൾ പൗലോസ് മുഷിഞ്ഞിട്ട് പറഞ്ഞു, ആ ഭൂതത്തെ പൗലോസ് അത് ശാസിച്ചു. ഭൂതം അവളെ വിട്ടുപോയി. ഭൂതം അവളെ വിട്ടു പോയി കഴിഞ്ഞപ്പോൾ അവൾ സാധാരണ ഒരു സ്ത്രീ ആയിട്ട് മാറി. അവളിലുള്ള അമാനുഷികമായിട്ടുണ്ടായിരുന്ന ആ പൈശാചിക ശക്തി അവളെ വിട്ട് മാറിപ്പോയി. അവളെ വെച്ച് ലാഭം കൊയ്തുകൊണ്ടിരുന്ന കുറച്ച് യജമാനന്മാരുണ്ടായിരുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളുക, ഈ അമ്പലപ്പറമ്പുകളിലും ഉത്സവ ക്ഷേത്രങ്ങളിലും ഒക്കെ, ഉത്സവപ്പറമ്പുകളിലെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സ്ത്രീകൾ ഇങ്ങനെയുള്ള കാര്യത്തിന് ഇരിക്കുമ്പോൾ അവർ ഒറ്റയ്ക്കൊന്നുമില്ല, അവരുടെ കൂടെ ടീമായിട്ട് ആളുകളുണ്ടാവും. അവരെ വെച്ചിട്ട് ലാഭം ഉണ്ടാക്കുന്ന ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. അപ്പം അങ്ങനെ ഭൂതമുള്ള ഈ സ്ത്രീയെ വെച്ചിട്ട് അവർ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസും ശീലാസും കൂട്ടുകാരും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവളെ എതിരേറ്റ് എന്ന് പറയുകയും ആ ഭൂതത്തെ ശാസിച്ച് അവളെ ഭൂതം വിട്ടുപോവുകയും ചെയ്തു. ഈ ഭൂതം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഇനി അവൾക്ക് ലക്ഷണം പറയാൻ കഴിവില്ലാണ്ടായി. അപ്പോൾ യജമാനന്മാരുടെ ലാഭം നഷ്ടപ്പെട്ടു പോയി. അവര് ഇടഞ്ഞു. അവര് വേറെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവിടെ അതിന്റെ 19-ാമത്തെ വാക്യം, അവിടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായി നമുക്ക് അംഗീകരിക്കുവാനും അനുസരിക്കുവാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് പുരുഷാരം അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചൊരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിക്കുവാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി. കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാക്കുവാൻ കൽപ്പിച്ചു. വളരെ അടിച്ചു. ശരീരമൊക്കെ പൊട്ടി മുറിവേൽക്കുന്ന രീതിയിൽ അവരെ അടിച്ച് മുറിവേൽപ്പിച്ചു. അകത്തെ മുറിയിൽ കൊണ്ടുപോയി അവരെ പൂട്ടിയിട്ടു. കാരാഗ്രഹ പ്രമാണിയോട് പറഞ്ഞു വളരെ സൂക്ഷ്മത്തോടെ ഇവരെ നോക്കണമെന്ന് പറഞ്ഞ് കാരാഗ്രഹ പ്രമാണിയോട് കാക്കുവാനായിട്ട് പറഞ്ഞു ഏൽപ്പിച്ചു. അങ്ങനെ അകത്തെ മുറിയിലെ കാല് അവരെ ആമത്തിലിട്ട് പൂട്ടി. ഓടാനൊന്നും പറ്റുകയില്ല.
താക്കോലെല്ലാം അവരുടെ കയ്യിലാണ്. കൈകളും ഒരുപക്ഷെ പൂട്ടിയിട്ടുണ്ടാകാം. കൈകൾ പൂട്ടി ആരും അവിടെ പറയുന്നില്ല. എന്നാലും വായ മാത്രം പൂട്ടിയിട്ടില്ല. അത് പൂട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അർദ്ധരാത്രിക്ക് അവർ മിണ്ടായിരുന്നു. നല്ല വേദനയുണ്ട്, ശരീരമെല്ലാം അടിച്ച് പൊളിഞ്ഞിരിക്കുകയാണ്, പുറമെല്ലാം അടി കൊണ്ട് തിണിർത്ത് മുറിവേറ്റിരിക്കുകയാണ്. മുറിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർ ആ മുറിവുകളുടെ വേദനയൊന്നും സാരമാക്കുന്നില്ല. കുറച്ചു നേരം അവർ അങ്ങനെയൊക്കെ നിന്ന് കാണും, ഇരുന്ന് കാണും, അല്ലെങ്കിൽ ആ ആമത്തിൽ അങ്ങനെ പൂട്ടപ്പെട്ടവരെ കിടന്നിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ പൗലോസും ശീലാസും അവരെന്ത് ചെയ്യുന്നറിയോ? പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാരും മറ്റുള്ള തടവുകാരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ രസകരമായ ഒരു കാര്യം, സൂക്ഷ്മത്തോടെ കാവലേക്കാൻ ഏൽപ്പിച്ച് കാരാഗൃഹ പ്രമാണി കിടന്നുറങ്ങുക. സമയം അർദ്ധരാത്രിയായി, പുള്ളി കിടന്നുറങ്ങുക. എന്നാൽ ഇവിടെ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് കിടന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു. അവിടെ നമ്മൾ വായിച്ചു കേട്ട വേദവാക്യം അതാണ്. അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചെങ്ങല അഴിഞ്ഞു വീണു. അപ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, അത് എപ്പോഴാ സമയം? അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ചങ്ങലകൾ പൊട്ടും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും. പിശാച് കെട്ടുന്ന കെട്ടുകളെല്ലാം ഉഡയും പൊട്ടും. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരെയും ചെങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. നല്ല ഉറക്കത്തിലായിരുന്നു പുള്ളി. നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന് കിടക്കുന്ന ആളാണ് പുള്ളി. നല്ല ഉറക്കത്തിലായിരുന്നു പുള്ളി. ആകെ പേടിച്ചു വിറച്ചു. ചെങ്ങലക്കാരെല്ലാം ഓടിപ്പോയി കളഞ്ഞു എന്ന് വിചാരിച്ച് വാളൂരി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, തല സ്വയം എടുക്കാനായിട്ട് തീരുമാനിച്ചു. വാളൂരിയപ്പോഴത്തേക്കും പൗലോസ് പറഞ്ഞു, നിങ്ങളെ തന്നെ കൊല്ലണ്ട, ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ ഒരു ദോഷവും ചെയ്യണ്ട, ഞങ്ങളിവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. വേഗം വിറച്ച് ചാടി അവരുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം യജമാനന്മാരെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീടടക്കം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. ആ കുടുംബം ആനന്ദിക്കുവാൻ തക്ക ഇടയായിട്ട് തീർന്നു. തന്നെയല്ല, പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുറിവുകളെ അവർ കഴുകി. നാം ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചങ്ങലകൾ പൊട്ടും. പിശാച് നമുക്കെതിരെ കെട്ടുന്ന, നമ്മളെ മുന്നോട്ട് വിടാതെ വണ്ണം കെട്ടിവെക്കുന്ന ചങ്ങലകൾ ദൈവം പൊട്ടിക്കും. തന്നെയല്ല, കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇളകുന്ന രീതിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ദൈവം അസാധാരണമായി വീരപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. ഒരിക്കലും ശത്രുവിനെ വിചാരിക്കാത്ത രീതിയിലുള്ള യുദ്ധങ്ങളെ ദൈവം ചെയ്യും, അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, രാത്രിയിലും പകലിലും അർദ്ധരാത്രിയിലും ദൈവത്തെ പാടി സ്തുതിക്കുക. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നീ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അർദ്ധരാത്രിയിലാണ് അവർ പാടി സ്തുതിച്ചത്. ചങ്ങലകളെല്ലാം പൊട്ടി, പക്ഷെ അവർ ഓടിപ്പോയില്ല. അവരവിടെ സുവിശേഷം അറിയിച്ചു. അവരുടെ മുറിവുകളെ ഈ കാരാഗ്രഹ പ്രമാണി കഴുകി അവരെ യജമാനന്മാരെ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. വലിയ വ്യത്യാസങ്ങൾ വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നീ വചനം കേൾക്കുമ്പോൾ ഇത് നമ്മുടെ തലച്ചോറിൽ കയറ്റി വയ്ക്കാതെ, നമ്മുടെ ബുദ്ധിയിലേക്ക് കയറാതെ, അത് ഹൃദയത്തിലേക്ക് ചെന്നിട്ട് ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസനായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാട്ടുപാടി സ്തുതിച്ചപ്പോൾ ദൈവമേ, ചങ്ങലകൾ പൊട്ടിയും കർത്താവേ, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഞങ്ങളത് വായിക്കുന്നു കർത്താവേ. ദൈവമേ, സാഹചര്യങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം കർത്താവെ, പ്രാപഞ്ചികമായ നിലയിൽ അഭൂതപൂർവമായ വീരപ്രവൃത്തികൾ നടക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കുവാൻ തക്കവണ്ണം സ്തുതിക്ക് കഴിയുമല്ലോ കർത്താവെ. അതുകൊണ്ട് കർത്താവെ, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ദൈവനാമത്തെ ബഹുത്വ